നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് ഭാഷ ഒരു അതിർവരമ്പല്ല. ഏതു ഭാഷയിൽപ്പെട്ട ഏതു സിനിമയാണെങ്കിലും അയാൾ അതിരുന്ന് കാണുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രശ്മിക മന്ദാന കേന്ദ്ര കഥാപാത്രമായി എത്തിയ ദ ഗേൾ ഫ്രണ്ട് എന്ന തെലുങ്കു ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രം കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തിരുന്നു. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷത്തിലേക്ക്. രാഹുൽ രവീന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ദി ഗേൾ ഫ്രണ്ട് കാലാതീതമായ ഒരു ചലച്ചിത്രമാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്നെങ്കിലും ഈ ചിത്രം ഇത്രത്തോളം പ്രസക്തമാകുമായിരുന്നു. വരും കാലഘട്ടങ്ങളിൽ വീണ്ടും കണ്ടാലും ഇതിലെ സത്യങ്ങൾ മാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ മുതിർന്നവരുടെ ബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഈ സിനിമയെ വേറിട്ടു നിർത്തുന്നു. നമ്മുടെ വൈകാരിക പക്വതയെയും പ്രണയത്തോടുള്ള സമീപനത്തെയും സ്വയം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധം ഹൃദയസ്പർശിയായ ഒരു സ്ലോ ബോൺ ഡ്രാമയായാണ് രാഹുൽ ഒരുക്കിയിരിക്കുന്നത്. രശ്മിക മന്ദാന പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം അടുത്ത കാലത്തായി മുഖ്യധാരാ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൽഫ മെയിൽ എന്ന കേന്ദ്രീകൃതമായ കഥകൾക്ക് ഒരു മനോഹരമായ മറുപടി തന്നെയാണ്. വളരെ രസകരമായി ഒരു ചെറുകഥ വായിക്കുന്ന ഫീൽ നൽകിയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. ഒരിടത്ത് പോലും ചിത്രം പ്രേക്ഷകനെ മടുപ്പിക്കില്ല എന്നതാണ് മറ്റൊരു സന്തോഷം. ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങളെ തുറന്നു കാട്ടുന്നതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ വിജയിക്കില്ലെന്ന് കരുതി മാറ്റിവെക്കപ്പെടുന്ന ചെറിയ സൂക്ഷ്മമായ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിലുമാണ് ഈ സിനിമയുടെ ധീരത. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ഭൂമാദേവിയിലൂടെയാണ് അത്തരം ചില സൂക്ഷ്മമായ കാര്യങ്ങൾ സിനിമ കാണിച്ചു തരുന്നത്. തന്റെ കോഴ്സിന് ഭാവിയിൽ ആവശ്യക്കാരുണ്ടോ എന്ന പ്രൊഫസർ സുധീറിന്റെ പരിഹാസം കലർന്ന ചോദ്യം ഉയർന്ന ശമ്പളമുള്ള ജോലി ഉറപ്പു നൽകുന്ന ബിരുദങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഇന്നത്തെ ലോകത്തിന്റെ നേർക്കാഴ്ചയാണ്. പുസ്തകങ്ങളും കഥകളും തന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നുവെന്നും എന്തെങ്കിലും കുട്ടികൾക്കായി എഴുതണമെന്നുള്ള ഭൂമയുടെ ആഗ്രഹം അവരുടെ വിഷയത്തോടുള്ള പ്രണയ ലോകത്തെ വെളിപ്പെടുത്തുന്നു. വിർജീനിയ വൂൾഫിന്റെ എ റൂം ഓഫ് വൺസ് ഓൺ പോലുള്ള സാഹിത്യ പരാമർശങ്ങൾ കഥയിൽ സ്വാഭാവികമായും വരുന്നുണ്ട്. ഇതിനിടയിൽ കോളേജ് ഹീറോയായ വിക്രം പഠനത്തിൽ മിടുക്കിയായ ഭൂമയെ പ്രണയിക്കുന്നു. പുറമെ ഇതൊരു ക്ലീശേ സിനിമയായി തോന്നാമെങ്കിലും ഇതിനെ കൂടുതൽ സത്യസന്ധമായും ആഴത്തിനും സമീപിക്കാൻ രാഹുൽ രവീന്ദ്രന് സാധിച്ചു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ആത്മവിശ്വാസമുള്ള ദുർഗയേക്കാൾ എന്തുകൊണ്ട് വിക്രം ഭൂമയെ ഇഷ്ടപ്പെട്ടു എന്ന മനഃശാസ്ത്രപരമായ വസ്തുത ചിത്രം പരിശോധിക്കുന്നു. സ്ത്രീകളെ തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെ സ്വഭാവത്തെയും തന്റെ പങ്കാളി സ്വന്തം അമ്മയെപ്പോലെ ആയിരിക്കണമെന്ന പുരുഷന്റെ ചിന്താഗതിയെയും സിനിമ വിമർശനാത്മകമായി സമീപിക്കുന്നു. വിക്രമിനായി ഹോസ്റ്റൽ റൂം വൃത്തിയാക്കുന്നതും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതുമായ ഭൂമയുടെ രംഗങ്ങൾ അല്പം നാടകീയമാണെന്ന് തോന്നാമെങ്കിലും അത് കഠിനമായ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു പെൺകുട്ടിയെ നല്ലവളായ ഭാര്യയായി മാത്രം കാണുന്ന പുരുഷന്മാർക്ക് ഈ സിനിമ ഒരു കണ്ണാടിയാണ്. രശ്മിക മന്ദാന തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതും പക്വവുമായ പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നത്. ഭൂമയുടെ ആശയക്കുഴപ്പങ്ങളും സങ്കടങ്ങളും അതിസൂക്ഷ്മമായി രശ്മിക അവതരിപ്പിച്ചു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിക്രം എന്ന കഥാപാത്രമായി എത്തിയ ദീക്ഷിത് ഷെട്ടിയുടെ മികച്ച പ്രകടനം ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അനു ഇമ്മാനുവൽ, രോഹിണി എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. ഭൂമ തന്റെ വ്യക്തിത്വം വീണ്ടെടുക്കാനും തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനും ശ്രമിക്കുന്ന നിമിഷങ്ങൾ കാണികളെ അവൾക്കൊപ്പം സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു തകർന്ന ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന കുറ്റബോധവും മാനസിക തകർച്ചയും സിനിമ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നു. തന്റെ ദുപ്പട്ട ശരിയാക്കാതെ ആത്മവിശ്വാസത്തോടെ ഭൂമ പുറത്തിറങ്ങുന്ന രംഗം ഒരു വലിയ മാറ്റത്തിന്റെ പ്രതീകമായി സംവിധായകൻ കാണിക്കുന്നു. ബന്ധങ്ങൾ ശ്വാസം മുട്ടിക്കുന്നത് ആകരുത് എന്ന് കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ വിളിച്ചു പറയുന്ന ധീരമായ ചിത്രമാണ് ദി ഗേൾ ഫ്രണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം കൂടി തന്നെയാണിത്. കാണുക, അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വിനീത് സുധാകർ. നന്ദി, നമസ്കാരം.